നാരായണാഖിലഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര സ്വാമി ശരണമയ്യപ്പ. ഭരതൻ്റെയും രഘുഗണൻ്റെയും ചരിത്രം അവസാനിപ്പിച്ചു. ഉപദേശം അവസാനിപ്പിച്ചു. അതിനുശേഷം രഘുഗണൻ ഭരതൻ്റെ ഉപദേശങ്ങളനുസരിച്ച് ജീവിച്ച് മോക്ഷത്തെ നേടി. ജഡഭരതൻ്റെ രൂപത്തിലിരുന്ന ഭരതനും ഭഗവാനിൽ ലയിച്ചു. ആ കഥ വിസ്തരിച്ച് പറഞ്ഞതിന് ശേഷം വളരെ രസകരമായിട്ടുള്ള ഒരു വർണ്ണനയിലേക്കാണ് ഭാഗവതം കടക്കുന്നത്. ഭൂഗോളത്തിൻ്റെ വർണ്ണന പറയണം. അതിനുശേഷം ഭൂമിയിലുള്ള കോണ്ടിനൻസ്, നമ്മൾ പറയുന്ന ഭൂഖണ്ഡങ്ങൾ, ദ്വീപുകൾ, ഇതിനെയൊക്കെ വിസ്തരിച്ച് പറയണം. ഈ സ്കന്ധത്തിൻ്റെ തുടക്കത്തിൽ പ്രിയവ്രതൻ 7 പ്രാവശ്യം രഥത്തിൽ ഭൂമിയെ ചുറ്റിയപ്പോൾ 7 ചാലുകളുണ്ടായതും സമുദ്രങ്ങളുണ്ടായതും 7 ദ്വീപുകളുണ്ടായതും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ രഥം ജ്യോതിസ്വരൂപമാണ്. അത് സൂര്യനെ പ്രതിനിധീകരിക്കുകയാണ്. പ്രിയവ്രതൻ്റെ ചരിത്രം തൊട്ടിട്ട് വേണം ശരിക്ക് ഈ ഭൂഗോള വർണ്ണന പറയാൻ. അപ്പോൾ നമ്മുടെ വിഷയം എപ്പോഴും എന്താ വെച്ചാൽ ഈ സമയക്കുറവുള്ളത് കൊണ്ട് ഇത് പലപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കാറില്ല. ഇവിടെ ഞാൻ വളരെ ചുരുക്കി പറയാം. ഭൂഗോള വർണ്ണന വരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമണ്ഡലത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ വരുന്ന ദ്വീപുകളുടെ ഒരു ക്രമം ആദ്യം പറയും. ജംബുദ്വീപം, പ്ലക്ഷദ്വീപം, ശാൽമലിദ്വീപം, കുശദ്വീപം, ക്രൗഞ്ചദ്വീപം, ശാഖദ്വീപം, പുഷ്കരദ്വീപം, ഇങ്ങനെ 7 ദ്വീപുകളായിട്ടാണ്. അതിൽ താമരയുടെ ആകൃതിയിലുള്ള ജംബുദ്വീപമാണ് നടുക്ക്. അതിൻ്റെ നടുക്കായിട്ട് മേരുപർവ്വതം നിൽക്കുന്നു. അതിനെ ചുറ്റിയിട്ട് മറ്റ് പർവ്വതങ്ങളും ഒക്കെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഓരോ ദ്വീപിനും ഓരോ പ്രാധാന്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഓൾമോസ്റ്റ് ഇന്നിപ്പോൾ ജംബുദ്വീപത്തിന് ഏഷ്യയായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടൊക്കെ ആൾക്കാർ പറയാറുണ്ട്. സയൻസിൻ്റെ കണ്ണിൽ പറഞ്ഞാൽ അതൊക്കെ പലതും കണ്ടുപിടിക്കാം. ചിലത് ചേരും, ചിലത് ചേരില്ല. പക്ഷെ ഭാഗവതം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള പോലെ സ്വപ്നത്തിൽ കാണുന്ന പോലുള്ള സമാധി ഭാഷയാണിത്. അപ്പോൾ ഇതിനും അനവധി അർത്ഥതലങ്ങൾ അതിൻ്റെ അകത്ത് കാണും. ആധ്യാത്മികതയുടെ പല തട്ടുകളെയാണ് എടുത്തിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ദ്വീപുകളിലൊക്കെ വെച്ചിട്ട് ഏറ്റവും പ്രധാനം ഈ ജംബുദ്വീപത്തിനാണ്. അതുകൊണ്ടാണ് നമ്മൾ സങ്കല്പമൊക്കെ ചെയ്യുമ്പോൾ മൂകാംബികയിലൊക്കെ പോകുമ്പോൾ കേട്ടിട്ടില്ലേ, ജംബുദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ജംബുദ്വീപ് എന്ന് പറയുന്നത്. ജംബു വൃക്ഷം, സ്ഥലവൃക്ഷമായിട്ട് ജംബു, അത്തി മരം നിൽക്കുന്നു എന്നുള്ളൊരു സങ്കല്പം. അതിനൊക്കെ റീസൺസ് ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്നും നമുക്ക് പോകണ്ട. മുമ്പ് ഞാൻ വിസ്തരിച്ച് കേൾക്കണം എന്നുള്ളവർക്ക് യൂട്യൂബ് കിടപ്പുണ്ട്. ഞാനിത് വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ജംബുദ്വീപത്തിനെ 9 ഖണ്ഡമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഈ 9 ഖണ്ഡത്തിൽ അവസാനത്തെ ഖണ്ഡമാണ് ഭാരതഖണ്ഡം. ആദ്യത്തെ 8 ഖണ്ഡവും ദേവന്മാർക്കുള്ളതാണ്. 9ാമത്തെ ഖണ്ഡമായിട്ടുള്ള ഭാരതം മാത്രമാണ് മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭാരതം എന്ന് പറയുന്നത് ഈശ്വരോപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏതൊക്കെ സ്ഥാനമുണ്ടോ അതൊക്കെ ഭാരത, അങ്ങനെ കണക്കാക്കണം. അവിടെയാണ് പ്രകാശം കളിക്കുന്നത് എന്നുള്ള അർത്ഥമുള്ള ഭാരതം എന്ന് വരുള്ളൂ. ഈ ഓരോ ഖണ്ഡത്തിനും അഥവാ ഓരോ വർഷത്തിനും നമ്മൾ ഭാരതവർഷം, കിംപുരുഷ വർഷം എന്നൊക്കെ പറയുക. ഈ ഓരോ വർഷങ്ങൾ ഇളാവത വർഷം, ഭദ്രാശ്വവർഷം, ഹരിവർഷം, കേതുമാല വർഷം, രമ്യക വർഷം, ഹിരണ്യവർഷം, ഉത്തരഗുരു വർഷം, കിംപുരുഷ വർഷം, ഭാരതവർഷം, ഇങ്ങനെ 9 വർഷങ്ങളാണ്. ഞാനിപ്പോൾ എന്തിനാ ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ, ഇതിലുള്ള ദേവന്മാരും ആ ദേവന്മാരെ ഉപാസിക്കുന്ന ദേവന്മാരുണ്ട്. അവരെ ഒന്ന് നമുക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ നമസ്കരിക്കുന്നത് വളരെ വിശേഷമാണ്. ഇളാവൃത വർഷത്തിൽ ഉപാസിക്കപ്പെടുന്ന ദേവൻ മഹാപുരുഷൻ എന്ന പേരോട് കൂടിയിട്ടുള്ള ഭഗവാനാണ്. അവിടെ ഭഗവാനെ ഉപാസിക്കുന്നത് ശങ്കരനാണ്. ഇവരെ അതാത് സ്ഥലങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ദേവന്മാർ അങ്ങനെ പറഞ്ഞു വന്ന അവസാനം ഭാരതത്തിൽ ആരാണെന്ന് പറയും. അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇത്ര എത്തിക്കുന്നത്. ഭദ്രാശ്വ വർഷത്തിൽ ഹയഗ്രീവസ്വാമിയാണ്, കുതിരയുടെ മുഖത്തോടു കൂടിയുള്ള മഹാവിഷ്ണു, വേദങ്ങളെ വീണ്ടെടുത്ത രൂപത്തിലുള്ള ഭഗവാനെയാണ് പൂജിക്കുന്നത്. ആരാ പൂജിക്കുന്നത്? ഭദ്രാശ്വൻ എന്ന് പറഞ്ഞ ദേവനാണ് പൂജിക്കുന്നത്. ഹരിവർഷത്തിൽ പ്രധാന ദേവൻ നരസിംഹത്തിനെ അവിടെ പൂജിക്കുന്നത് പ്രഹ്ലാദനാണ്. കേതുമാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഹൃഷീകേശൻ, കാമദേവൻ്റെ രൂപമുള്ളവനാണ് ഹൃഷീകേശൻ. ഋഷികേശനല്ല, ശരിക്കും ഹൃഷീകേശനാണ്. ആ ഹൃഷികേശൻ ഇന്നത്തെ ഋഷികേശിൽ ഒരു സന്യാസിയുടെ മുന്നിൽ മരക്കൊമ്പിൽ ചാഞ്ഞ് കിടന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ആ സ്ഥലത്തിന് ആ പേര് വരാൻ കാരണം, ഹൃഷികേശൻ. അപ്പോൾ ഹൃഷികേശത്തിൽ ഭഗവാനെ ഉപാസിക്കുന്നത് സാക്ഷാൽ ലക്ഷ്മീദേവിയാണ്. കേതുമാലത്തിൽ രമ്യകത്തിൽ മത്സ്യാവതാരമാണ് ആരാധിക്കപ്പെടുന്നത്. അവിടെ മനു എന്ന പേരിലുള്ള ഉപാസകദേവൻ മനുവാണ് മത്സ്യാവതാരത്തിനെ അവിടെ പൂജിക്കുന്നത്. ഹിരണ്യവർഷത്തിൽ കൂർമ്മത്തിനെയാണ് പൂജിക്കുന്നത്. അര്യമാവ് എന്ന ദേവനാണ് പൂജിക്കുന്നത്. ഈ അര്യമാവ് ശരിക്കും ശിവനാണ്.
ശിവൻ്റെ ഒരു ഭാവമാണ്. നമ്മുടെയൊക്കെ പിതൃക്കളുടെ പതി അദ്ദേഹമാണ് അര്യമാവ്. ഒരാൾക്ക് ഇപ്പോൾ ബ്രഹ്മചര്യത്തിൽ നിഷ്ഠ വേണമെന്നുണ്ടെങ്കിൽ അര്യമാവിനെ പൂജിക്കേണ്ടത്. താന ബ്രഹ്മചര്യ നിഷ്ഠ വരും, കാമവാസനകൾ അടഞ്ഞു. വളരെ എന്താ പറയുക, ക്ഷിപ്രം ഫലം കിട്ടുന്ന ഒരു ഉപാസനയാണ് ഈ അര്യമാവിൻ്റെ. അര്യമാവാണ് കൂർമ്മത്തിനെ അവിടെ ഉപാസിക്കുന്നത്. ഇനി ഉത്തരഗുരു വർഷത്തിൽ വരാഹമാണ് പ്രധാനം. അവിടുത്തെ ദേവൻ പൃഥ്വി, ഭൂമിദേവിയാണ് അവിടെ വരാഹത്തിനെ പൂജിക്കുന്നത്. കിംപുരുഷ വർഷത്തിൽ ശ്രീരാമസ്വാമിയാണ് ദേവൻ. അവിടെ ആരാ പൂജിക്കേണ്ടതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഹനുമാൻ സ്വാമിയാണ് പൂജിക്കുന്നത്. ഇത്രയും ഭാഗങ്ങളും ദേവന്മാർക്കുള്ള സ്ഥലമാണ്. മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളത് ഭാരതവർഷ. ആ ഭാരതവർഷത്തിൽ ഉപാസിക്കുന്ന ആൾ, പൂജിക്കുന്ന ആൾ നാരദനാണ്. ആരെയാ പൂജിക്കുന്നത്? നരനാരായണന്മാരെ. അതുകൊണ്ടാണ് ബദരിക്ക് ഇത്ര പ്രാധാന്യം. ഭാരതത്തിൽ ബദരിക്ക് ഇത്ര പ്രാധാന്യം നാരദൻ നരനാരായണന്മാരെ പൂജിക്കണമെന്നാണ്. ആ സ്ഥലത്താണല്ലോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഏകദേശം ഇതിൻ്റെ ഒരു ഘടനയൊക്കെ പറയണു. ജംബുദ്വീപത്തിൻ്റെ ഘടന പറയണു. ജംബുദ്വീപത്തിൽ ഇത്ര വർഷങ്ങളുണ്ടെന്ന് പറയണു, ഭാരതവർഷം പറയണു, മറ്റു ദ്വീപുകളെക്കുറിച്ചും മറ്റു വർഷങ്ങളെക്കുറിച്ചും ഒക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ഭൂമണ്ഡലത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറയണു. ഞാൻ ചുരുക്കിയാണ് പറയണം, കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. പ്രധാനപ്പെട്ട നദികൾ, പർവ്വതങ്ങൾ, കാടുകൾ, ഇതൊക്കെ പറയുന്നു. ഇതൊക്കെ എങ്ങനെയാണ് അന്യോന്യം പരസ്പര പൂരകമായിട്ട് നമ്മുടെ ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്ന ഭാഷയെ പറഞ്ഞാൽ എക്കോളജിക്കൽ ബാലൻസ് എങ്ങനെയാണ് നിലനിർത്തുന്നതെന്നൊക്കെ പറയുന്നു. എന്തിനാണ് ഇതൊക്കെ പറയണമെന്ന് ചോദിച്ചാൽ വെറുതെ ഈ ഭൂമിശാസ്ത്രം പഠിച്ചിട്ട് മാർക്ക് വാങ്ങാനല്ല. ഇതൊക്കെ ഭഗവാന്റെ അംഗങ്ങളാണ്. ഭഗവാന്റെ സൃഷ്ടിയുടെ വൈചിത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടും ഇതിലൊക്കെയും ഭഗവാനാണ് പ്രവേശിച്ചിരിക്കണമെന്ന് വീണ്ടും 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 ഉറപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് കിടക്കണം. പിന്നെ ഭൂമിയെ വിട്ടു നക്ഷത്രമണ്ഡലത്തിലേക്ക് അങ്ങോട്ട് കയറും. ആ നക്ഷത്രമണ്ഡലത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ ഭൂപാതോ യസ്യനാഭി എന്ന് പറഞ്ഞിട്ട് തുടങ്ങണ അതേ ധ്യാനത്തിൻ്റെ വേറൊരു രൂപം. അതല്ലെങ്കിൽ ഇപ്പോൾ രുദ്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ശ്രീപശുവിൻ്റെ പീഠം മെസ്സധരി ത്രീജലധര കലശം ലിംഗമാകാശമൂർത്തി നക്ഷത്രം പുഷ്പമാല്യം എന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ അടുത്ത നക്ഷത്രമണ്ഡലത്തിലേക്ക് കയറും. ആ നക്ഷത്രമണ്ഡലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടുത്തെ നക്ഷത്രങ്ങളുടെ ഒക്കെ ഒരു സാമാന്യ ഘടന പറഞ്ഞതിന് ശേഷം സൂര്യനും അതിൻ്റെ ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെയും കുറിച്ച് പറഞ്ഞു. അപ്പോൾ കോപ്പർനിക്കസ് ആണോ അത് കണ്ടുപിടിച്ചത്? കോപ്പർനിക്കസ് ആണ് സോളാർ സിസ്റ്റത്തിൽ ഈ സൂര്യന് ചുറ്റും ചുറ്റണത് കണ്ടുപിടിച്ചതെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇതൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, വേദങ്ങളിലുള്ളതാണത്. അപ്പം അങ്ങനെ സൂര്യനെ എങ്ങനെ നാരായണൻ്റെ രൂപമായിട്ട്, പ്രത്യക്ഷ നാരായണനായിട്ട്, സൂര്യനാരായണനായിട്ട് ആരാധിക്കണമെന്നൊക്കെ അതിൽ സൂചിപ്പിക്കുന്നു. സൂര്യനാരായണൻ്റെ ആരാധനയുടെ ഒരു പ്രാധാന്യത്തിനെ അവിടെ പറഞ്ഞു വയ്ക്കണം. അതിനുശേഷം ചന്ദ്രനെ കുറിച്ച് പറയണം. ചന്ദ്രനും അദ്ദേഹത്തിൻ്റെ 27 പത്നിമാരായിട്ടുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചും പറയുന്നു. കൂട്ടത്തിൽ ആ മറ്റ് ഗ്രഹങ്ങൾ, നക്ഷത്ര മണ്ഡലങ്ങൾ, സമൂഹങ്ങൾ, കോൺസ്റ്റലേഷൻസ് എന്ന് നമ്മൾ പറയും, രാശികൾ, മീനം, മേടം, ഇടവം, കർക്കിടകം എന്നൊക്കെ പറഞ്ഞ നക്ഷത്ര രാശികൾ, ഇതിൻ്റെയൊക്കെ അന്യോന്യമുള്ള ബന്ധം, ഇവരൊക്കെ എങ്ങനെയാണ് ജീവനെ സ്വാധീനിക്കുന്നത്. അതായത് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം, ജ്യോതിശാസ്ത്രമല്ല, അസ്ട്രോണമി അല്ല, അസ്ട്രോളജിയുടെ അടിസ്ഥാനം പോലും ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. അതിനുശേഷം സപ്തർഷി മണ്ഡലത്തിനെ കുറിച്ച് പറയണം. അതിൽ ധ്രുവ നക്ഷത്രം, മറ്റ് സപ്തർഷി മണ്ഡലങ്ങൾ, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം ശിശുമാര ചക്രം എന്ന് പറയുന്ന ഭഗവാന്റെ രൂപം തന്നെയായിട്ടുള്ള ശിശുമാര ചക്രാകണ നക്ഷത്രമണ്ഡലത്തെക്കുറിച്ച് പറയണം. അതും വളരെ ഗഹനമായിട്ടൊരു ടോപ്പിക്കാണ്. ചുരുക്കി പറയാം, ശിശുമാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊല്ലുന്നവെന്നാണ് ഡയറക്റ്റ് അർത്ഥം കിട്ടുക. പക്ഷേ ശിശുമാരൻ എന്നുള്ള ശബ്ദം കൊണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത്, ഡോൾഫിൻ എന്നാണ്. ഡോൾഫിൻ്റെ ആകൃതിയാണ് ആ നക്ഷത്രമണ്ഡലത്തിന്. അത് പോർപോയ്സ് എന്ന് പറയും. ശരിക്കും ഡോൾഫിൻ്റെ ഫാമിലി അത്. എക്സാക്ട്ലി അത് ഡോൾഫിൻ അല്ല, അത് പോർപോയ്സ് എന്ന് പറയും. ഡോൾഫിൻ്റെ അത്ര ഭംഗി ഉണ്ടാവില്ല കാണാൻ. കടലിൽ കാണുന്ന ഒരു വലിയ ഒരു സസ്തനിയാണ് അത്, മാമലത്. ആ ജീവിയുടെ രൂപത്തിലാണ് ഈ നക്ഷത്രമണ്ഡലം നിൽക്കണേ. ഭഗവാന്റെ നക്ഷത്രാവതാരമായിട്ടാണ് ശിശുമാര ചക്രത്തിനെ പറയുക. എന്തിനാ ഇത് പറയണമെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ആകാശഗംഗയുടെ ഒരു കോൺസ്റ്റലേഷണൽ ഫീലായിരിക്കണം അത്. അതിനെയായിരിക്കും ഈ ശിശുമാര ചക്രം എന്ന് വിളിക്കുന്നത്. കാരണം ഈ കണ്ട സകല സൗരയൂഥങ്ങളും നിൽക്കുന്ന ഈ ആകാശഗംഗ, അങ്ങനത്തെ അനവധി ആകാശഗംഗകൾ മുഴുവൻ ഒരു സെൻട്രൽ പോയിന്റിനെ ചുറ്റിക്കൊണ്ടിരിക്കണമെന്നാണ് ഇന്നത്തെ സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനെ തന്നെയാണ് വേദത്തിൽ വിഷ്ണുനാഭി എന്ന് വിളിക്കുന്നത്. പത്മനാഭം അതാണ്, ആ നാഭി അതാണ്. അപ്പം ഇത്രയും വിസ്തരിച്ചിട്ട് ഭൂമണ്ഡലത്തിൽ ഓൾമോസ്റ്റ് 10 ചാപ്റ്ററിലാണ്, 10 അധ്യായമായിട്ടാണ് ഈ ഭൂഗോള നക്ഷത്രമണ്ഡല വർണ്ണനകൾ മുഴുവൻ വരുന്നത്. 10ാമത് വന്നിട്ട് ഇത്രയും മേലോട്ടുള്ള ലോകങ്ങളും ഇവിടെയുള്ള ലോകങ്ങളുമേ പറഞ്ഞ്, ഇനി താഴോട്ടുള്ളത് പറയണ്ടേന്ന് പറഞ്ഞിട്ട് താഴോട്ടുള്ള ലോകങ്ങളൊക്കെ പറഞ്ഞ് നരകത്തിനെ വർണ്ണിക്കുന്നു. ഈ നരകത്തിനെ വർണ്ണിക്കുന്നത് ഓൾമോസ്റ്റ് ഗരുഡപുരാണത്തിൻ്റെ അത്ര ഹെവി അല്ലെങ്കിലും അത്യാവശ്യം പേടിക്കും.
അത്യാവശ്യം പേടിപ്പിക്കാൻ വേണ്ടി തന്നെ ഇപ്പോൾ താമിശ്രം, അന്ധതാമിശ്രം, രൗരവം തുടങ്ങിയിട്ടില്ല. ഇന്നിപ്പോൾ കുട്ടികൾക്ക് ഈ നരകത്തിൻ്റെയൊക്കെ പേര് അന്യൻ സിനിമ കണ്ടിട്ട് അറിയുക, അല്ലെങ്കിൽ അറിയില്ലായിരുന്നു. സിനിമ കൊണ്ട് അങ്ങനത്തെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ അധർമ്മത്തിൽ മുഴുകിയിരിക്കുന്നവർക്കുള്ള അനന്തര ലോകങ്ങൾ എന്താണെന്ന് ഈ നരകവർണ്ണന കൊണ്ട് പറഞ്ഞിട്ട് ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരം ലോകങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. ഇനി മേലോട്ടുള്ള ലോകങ്ങളിലേക്കും പോണ്ട, കീഴോട്ടുള്ള ലോകങ്ങളിലേക്കും പോണ്ട, ഒരു ലോകത്തിലും പോണ്ട, ഇതൊന്ന് അവസാനിപ്പിച്ചാൽ മതി, ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അത് തന്നെയാണ് പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞ് വീണ്ടും മോക്ഷത്തിൻ്റെ പ്രാധാന്യത്തെ പറയണം. അപ്പം നമുക്ക് ജോഗ്രഫിയാണ് പഠിക്കണമെങ്കിലും അതിനെ സേക്രഡ് ജോഗ്രഫി ആയിട്ട് പഠിപ്പിക്കുന്നു, വിശുദ്ധമായ ഭൂമിശാസ്ത്രമായിട്ട് പഠിപ്പിച്ചു തരുന്നു, ഈശ്വരൻ്റെ ഒരു ടച്ചോട് കൂടിയിട്ട്. അപ്പോഴാണ് ആ ശാസ്ത്രത്തിനൊരു ദിവ്യത കൈവരുന്നത്. ഇല്ലെങ്കിൽ അത് വെറും ഒരു സെറ്റ് ഓഫ് നോളജ് മാത്രമായിട്ട് അവസാനിക്കും. അതിനുശേഷം ഇതിൻ്റെ അന്യോന്യമുള്ള സകല വസ്തുക്കളുടെയും, എല്ലാ വസ്തുക്കളുടെയും, പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കണു, ആ കോസ്മിക് ആയിട്ടുള്ള ഇൻ്റർ കണക്റ്റഡ്നെസ് പഠിപ്പിച്ചു തരുന്നു. അതിനുശേഷം ഈ ഇൻ്റർ കണക്റ്റഡായിരിക്കുന്ന വസ്തുക്കളുടെ ഓരോ പ്രവൃത്തിയും എങ്ങനെ മറ്റൊന്നിനെ ബാധിക്കണമെന്ന് പഠിപ്പിക്കുന്നു, കോൺസിക്വൻസ് ഓഫ് ആക്ഷൻസ് പഠിപ്പിക്കുന്നു. അതിനാണ് നമ്മളിപ്പോൾ ഇന്ന് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നൊക്കെ പറയും. ഏതോ ഒരു സ്ഥലത്ത് ഒരു ശലഭം ചിറകടിച്ചാൽ അതിൻ്റെ ഇഫക്റ്റ് വർദ്ധിച്ച് വർദ്ധിച്ച് മറ്റൊരിടത്ത് കൊടുങ്കാറ്റായിട്ട് മാറുന്നു. ഇന്ന് സയൻസിലുള്ള ഒരു സാധനമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഘടന എടുത്താൽ, ഒരു മണൽത്തരിയുടെ ഘടന എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ, സാധാരണ മൈക്രോസ്കോപ്പല്ല, നോക്കി അതേ ഘടനയായിരിക്കും അത്ര ഏറ്റവും ഉയരത്തിൽ വന്നിട്ട് ആ കടൽ തീരത്തിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതേ ഘടനയായിരിക്കുന്നത്. അതിനെ ഫ്രക്ടൽ ജോമെട്രി എന്ന് പറയും. ഇതൊക്കെ ഭാഗവതത്തിൽ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞാലും ഇത് അറിഞ്ഞു എന്നുള്ളത് ഒരു അറിവായിട്ടിരുന്ന അത് ഭാരം, ആ ഭാരത്തിനെ സമർപ്പിക്കണം, അറിവിനെ സമർപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് വീണ്ടും ഭക്തിയുടെ പ്രാമുഖ്യം പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും രസമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പരീക്ഷിത്ത് ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ മറന്നു, മൂപ്പരൊക്കെ മറന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് അങ്ങേരൊന്നും ഓർക്കാറില്ല. വിതുരം മൈത്രേയനോട് പറഞ്ഞതും ഒക്കെ ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരീക്ഷിത്ത് ഇത് മുഴുവൻ കേട്ടിട്ട് ബ്രേക്കാണ്, ചായയുടെ ബ്രേക്ക് ഒറ്റയായിരിക്കും. ആ സമയത്ത് ചോദിച്ചു, അങ്ങ് പ്രവൃത്തി മാർഗത്തെയും നിവൃത്തി മാർഗത്തെയും പറഞ്ഞു. അതായത് എങ്ങനെ ഗാർഹസ്ഥ്യത്തിൽ ഇരുന്നിട്ട് നേടണമെന്നും പറഞ്ഞു, നിവൃത്തിയുടെ മാർഗം, എല്ലാം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മത്തെ നേടുന്ന മാർഗം, രണ്ടും പറഞ്ഞു. എനിക്കതൊക്കെ മനസ്സിലായി. അത് കൂടാണ്ട് അങ്ങ് ഭൂമണ്ഡലത്തിൻ്റെ സ്ഥിതി, നക്ഷത്രങ്ങളുടെ ഘടന, നരകം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. ശിക്ഷകൾ, ശാസ്ത്രങ്ങൾ, ഇതൊക്കെ പറയുന്ന നരകദുഃഖങ്ങൾ, പാപകർമ്മങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിനൊക്കെ കാരണഭൂതമായിട്ടുള്ള കർമ്മദോഷം അഥവാ പാപം എന്ന് പറയുന്നത് മനുഷ്യരുടെ ശത്രുവാണെന്ന് എത്രയോ തലമുറയായിട്ട് ഇവിടെ അറിയാം, എല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സിഗരറ്റ് പെട്ടിയുടെ പുറത്ത് എഴുതിയിട്ടുണ്ട് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, പിന്നെയും വാങ്ങി വലിക്കുന്നില്ലേ? അതിൻ്റെ മുകളിൽ കൊട്ടിയിട്ടാണ് വായിൽ വയ്ക്കുന്നത്. ഏത് ആ വരിയുടെ മുകളിൽ കൊട്ടിയിട്ടാണ് വായിൽ വെച്ചിട്ട് ലൈറ്റർ കൊണ്ട് കൊടുക്കുക. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കണം? എല്ലാ സിനിമ തുടങ്ങുമ്പോഴും ഈ നഗരത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള ഇത് കൊടുത്തിട്ടും ആരും പുകവലി നിർത്തിയിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കണം, മനുഷ്യൻ ഇത്ര അറിഞ്ഞിട്ടും പിന്നെ എന്തിനു ചെയ്യണു? എന്നിട്ട് ചിലർ വെറുതെ കണ്ണിപ്പൊടിയിടാനുള്ള പോലെ പ്രായശ്ചിത്തം ചെയ്യണു. അത് ആനയുടെ കുളി പോലെയല്ലേ? ആനയുടെ കുളി പോലെ നിഷ്ഫലമാകണ പ്രായശ്ചിത്തങ്ങൾ ചെയ്യണു. ഇനി പാപം ചെയ്യില്ല എന്ന് സത്യം ചെയ്താലും പിന്നെയും അതിൻ്റെ തന്നെ വീണ്ടും ആവർത്തനങ്ങൾ എന്തുകൊണ്ട് ഒരുത്തൻ്റെ ജീവിതത്തിൽ വരണു? അത് എങ്ങനത്തെ മായയാണ്? ആ മായയെ ജയിക്കാനുള്ള വഴി എന്താണ്? ഇതൊക്കെ അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. നോക്കൂ, 7 ദിവസത്തിൽ മരിച്ചു പോകാൻ പോകുന്ന ആളെ ഏകദേശം 2-ാം ദിവസം 3-ാം ദിവസം ആകുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹം ഇത് അദ്ദേഹത്തിന് വേണ്ടിയല്ല ചോദിക്കണമെന്ന് മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി ചോദിച്ചതാണത്. അപ്പോൾ ശുഗൻ പറയാണ്, രാജാവേ, ഉഗ്രതപസ് മുതലായിട്ടുള്ള ഈ പ്രായശ്ചിത്തങ്ങളൊക്കെ തന്നെ ശരിക്കും അതൊക്കെ കൊണ്ട് ഈ പാപം പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ തപസ്സിൻ്റെ അധികാരികൾ അജ്ഞാനികളാണെന്നാണ് പറയണം. കാരണം ഇവരുടെ ഉള്ളിൽ അജ്ഞാനം നശിക്കാതിരിക്കുന്നിടത്തോളം കാലം പാപകർമ്മങ്ങൾ ഉണ്ടാവും. എന്നിട്ടൊരു വാക്ക് പറയും, അത് പഠിക്കേണ്ട ശ്ലോകമാണ്. 6-ാമത്തെ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായം 11-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്, ഏറ്റവും വലിയ പ്രായശ്ചിത്തം ഭഗവാന്റെ സ്വരൂപജ്ഞാനമാണ്. അതാണത്ര ഏറ്റവും വലിയ പ്രായശ്ചിത്തം. ഭഗവാന്റെ സ്വരൂപജ്ഞാനം പറഞ്ഞാൽ അവനവൻ്റെ സ്വരൂപജ്ഞാനം തന്നെ. അതറിയുന്നവർക്ക്, അത് നിയമപൂർവ്വം ജീവിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാന്റെ സ്വരൂപജ്ഞാനം പ്രാപ്തമാകും എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഏതൊക്കെ സാധനകൾ കൊണ്ടാണ് നമുക്കത് നേടാൻ സാധിക്കുക എന്ന് പറയും.
അവിടെ പറയും തപസ്, ബ്രഹ്മചര്യം, ശമം, എന്തിനും ഒരു നിയന്ത്രണം, ദമം, അവനവനെ നിയന്ത്രിച്ച് നിർത്തുക, അതായത് എന്ത് കാര്യം അമിതമായിട്ട് ചെയ്യാതിരിക്കുക, ദാനം, സത്യം, ശൗചം, വൃത്തി, യമം, നിയമം, ഇങ്ങനെ 9 സാധനങ്ങളെ കൊണ്ട് 3 കാര്യങ്ങളിൽ ശുദ്ധീകരിക്കണം. ത്രിവിധ കരണങ്ങളെന്നൊക്കെ നമ്മൾ ടെക്നിക്കലി പറയും. ആരും ചിന്തിക്കാറില്ല എന്ത് ഈ ത്രിവിധ കരണം എന്ന്. മനസ്സ്, വാക്ക്, ശരീരം, ഇത് 3 നമുക്കുള്ളൂ. ഇതുകൊണ്ടേ നമുക്ക് നേടാനും പറ്റുള്ളൂ, നശിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ശുദ്ധാക്കുക. അതിനുള്ള മാർഗങ്ങൾ, ഇനി അഷ്ടാംഗ മാർഗങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആ മനസ്സിനെ ബ്രഹ്മത്തിൽ ഉറപ്പിക്കുന്നതാണ്. ഇതുവഴി ചെയ്ത പാപങ്ങളൊക്കെ ഭസ്മാവും. അകത്തിന് വല്ല വാസനകൾ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വറുത്ത വിത്ത് പോലെയായിട്ട് മാറിപ്പോക്കോളും എന്ന് പറഞ്ഞു കൊടുക്കണം. അതിന് ഈ ബാക്കി എന്തൊക്കെ ചെയ്താലും എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാനിൽ ചേർത്തും ഭഗവാന്റെ ഭക്തന്മാരുമായിട്ട് സത്സംഗം ചെയ്തിട്ടും സ്വയം ശുദ്ധരാകുന്നത് പോലെ വേറെ ഒരു പ്രായശ്ചിത്തം പ്രപഞ്ചത്തിൽ എനിക്ക് പറഞ്ഞു തരാനില്ല പരീക്ഷിത്തെ. അല്ലാതെ എന്ത് ജപം, ഹോമം, പൂജ ഇതൊന്നും കഴിച്ചിട്ട് ഒരു കാര്യമില്ല ആത്യന്തികമായിട്ട് രക്ഷപ്പെടണമെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആരുടെ മനസ്സ് ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനിൽ ആസക്തമാകുന്നുണ്ടോ അവന് യമനെയോ യമൻ്റെ ദൂതന്മാരെയോ സ്വപ്നത്തിൽ പോലും കാണേണ്ടി വരില്ല. അതിനൊരു കഥ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് അജാമളൻ്റെ കഥ പറഞ്ഞു. പണ്ട് പറയണം ഇങ്ങനെ ഒരു അജാമളൻ എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ കുമാർഗിയായിട്ട് ഉള്ള ഒരു ദാസീപതിയായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കഥ പറയണം. ആദ്യം തന്നെ നമ്മൾ നോക്കണം, ഞാൻ എപ്പോഴും കുറച്ച് സമയമെടുത്ത് പറയാറുള്ളൊരു ഭാഗമാണത്. അജാമിളൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കണം. ഒരു പേരും ഋഷിമാർ ചുമ്മാ ഇടില്ല, അതിലൊരർത്ഥം ഉണ്ടാവും. അജാ ശബ്ദം കൊണ്ട് മായാന്ന് വേണം. അജാമിളൻ വെച്ചാൽ മായയിൽ മുങ്ങി ചത്ത് കിടക്കണം, അതിൻ്റെ അകത്ത് അതിൻ്റെ അടിത്തട്ടി പോയിട്ട് കിടക്കണം, പൊങ്ങിപ്പോലും വരാൻ പറ്റാണ്ട്. അവൻ ബ്രാഹ്മണനായിരുന്നു, തുടക്കകാലത്തെ മോശക്കാരനല്ല, ഭേദവിത്തായിട്ടുള്ള അറിവുള്ള നല്ലൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അബദ്ധത്തിന് കുറച്ച് ദുഷിച്ച കൂട്ടുകാരുണ്ടായിപ്പോയി. അതുവഴി ഒരു വേശ്യയെ പരിചയപ്പെട്ടു. ഈ വേശ്യ പുരഞ്ജനനിലെ സ്ത്രീയാണ്. ആരാ? ബുദ്ധി. ബുദ്ധിയുടെ കയ്യിൽപ്പെട്ട ഏത് ബ്രഹ്മജ്ഞാനി നശിക്കും. ബുദ്ധി എപ്പോഴും പുതിയ പുതിയ ഐഡിയാസ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും, കുറുക്ക് വഴി പറയും. അങ്ങനെ അവളുടെ കയ്യിൽപ്പെട്ട് സ്വന്തം അച്ഛനും അമ്മയും പറയണത് കേൾക്കാതെ താൻ നിയമേന ജനങ്ങൾ വിവാഹം അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ച ഭാര്യയെ കളഞ്ഞ് ഈ വേശ്യയോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. സകല സ്വത്തും അവൾക്ക് കൊടുത്ത് അവളിൽ അനവധി മക്കളുണ്ടായി. അങ്ങനെ ജീവിച്ചു വരുന്ന ഒരു വ്യക്തി. അങ്ങനെയുള്ള ഈ അജാമിളൻ കുറേ കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വേറെ ഈ ഇതൊന്നും കിട്ടാതായപ്പോൾ, പ്രത്യേകിച്ച് എന്താ പറയുക, വരുമാനമൊന്നും കിട്ടാണ്ടായ സമയത്ത് മൂപ്പര് അത്യാവശ്യം കൊള്ളിവെപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വാർദ്ധക്യം വന്നു. വാർദ്ധക്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് എന്താ പറയുക, കൂടുതൽ അവശത വന്നു, കൂടുതൽ വ്യാകുലത വന്നു, താൻ കൂടുതൽ കെട്ടപ്പെട്ട പോലത്തെ. നോക്കൂ, പുരഞ്ജനൻ്റെ കഥയുടെ അതേ ആവർത്തനമാണ് സംഭവിക്കുന്നത്. എന്നിട്ട് ആ അവസാനം മരണം വരണ നേരത്ത് യമദൂതന്മാർ വരുമ്പോൾ അവർ കഴുത്തിൽ കയറിട്ട് കുരുക്കി മുറുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആ ഒടുവിലത്തെ മകന് അബദ്ധത്തിലാണ് ഇട്ടിരുന്ന പേര് നാരായണെന്ന്. നാരായണ എന്നുള്ള പേര് വിളിച്ചതുകൊണ്ട് ഈ യമദൂതന്മാരെ തടഞ്ഞുകൊണ്ട് വിഷ്ണു പാർഷദന്മാർ അവിടെ വന്നിറങ്ങി. അവർ തമ്മിലൊരു സംഭാഷണം ഉണ്ടാവണത് ഈ കിടന്നുകൊണ്ട് മരിക്കാൻ കിടക്കണമെന്ന് കേൾക്കുക. ആ സംഭാഷണം വളരെ പ്രധാനമാണ്, ഭാഗവതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ യമദൂതന്മാർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്ത് ധർമ്മം കൊണ്ടാണ് നിങ്ങൾ തടയണം ഞങ്ങളെ? പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്, ഒരാൾ ജനിച്ചാൽ മരിക്കുക എന്നുള്ളൂ. ഇവൻ മഹാഭാവിയാണ്, ഇവൻ പല തെറ്റുകളും ചെയ്തിട്ടുള്ളതാണ്, ഇവനെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. യമൻ എന്ന് പറയുന്ന ദേവൻ അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്, അല്ലാണ്ട് 2 കൊമ്പുള്ള കിരീടം വെച്ചിട്ട് പോത്തിൻ്റെ മുകളിൽ വരുന്ന ആളല്ല അത്. ഞാൻ പറഞ്ഞു ധർമ്മം. ആ ധർമ്മത്തിന് 13 പേരെ കല്യാണം കഴിച്ചു കൊടുത്ത കഥ 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞത് അല്ലേ. നരനാരായണന്മാരുടെ അച്ഛനാണ് അദ്ദേഹം. ആ യമൻ എന്ന് പറയുന്നത് നമ്മുടെ അന്തര്യാമയായിട്ട് നമ്മുടെ ഹൃദയത്തിലിരിക്കണമെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പാർഷദന്മാരോട് പറയും. വിഷ്ണു പാർഷദന്മാർ തിരിച്ച് പറയും അതൊക്കെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, പക്ഷെ ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്ക് ഈ തരത്തിലുള്ളൊരു മരണം വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ അതിനെ തടയിടുകയാണ്. അങ്ങനെ തടയിട്ട് കഴിഞ്ഞ് അവർ 2 പേരും പിരിഞ്ഞു പോവുകയാണ്. നമ്മൾ സാധാരണ കഥകളിൽ പലപ്പോഴും പറഞ്ഞ അജാമിളനെ അതോടെ വൈകുണ്ഠത്ത് കൊണ്ടുപോയിരുന്നു. അതോടെ വൈകുണ്ഠത്തിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല, ഭാഗവതം പറഞ്ഞിട്ടില്ല. ഹി വാസ് ഗിവൺ എ ചാൻസ്. ഒരു ചാൻസ് കൊടുത്തു, കുറച്ച് കാലം കൂടെ മര്യാദയ്ക്ക് സമയം കൊടുത്തു ജീവിക്കാനായിട്ട്. അജാമിളൻ ഇത് മുഴുവൻ കേട്ടാ കിടക്കണത്. അപ്പം മനസ്സിൽ പരിവർത്തനം വന്നു, സകലതും ഉപേക്ഷിച്ചു, ഹരിദ്വാരത്തിൽ പോയി. ഹരിദ്വാറിൽ ചെന്ന് തപസ് ചെയ്തിട്ടാണ് അജാമിളന് മോക്ഷം കിട്ടണത്. അപ്പോൾ വീണ്ടും വിഷ്ണു പാർഷദന്മാർ വന്നു അദ്ദേഹത്തെ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു.
ഇത് കണ്ട ഈ യമദൂതന്മാർ നേരെ തിരിച്ചു വന്ന് നമ്മുടെ എന്താ പറയുക ആ സ്ഥലത്ത് യമപുരിയിൽ വന്നിട്ട് യമനോട് നടന്നതൊക്കെ പറഞ്ഞു. യമൻ അതൊക്കെ കേട്ട് ശാന്തനായിട്ടിരിക്കാനായിട്ട് അവർക്ക് അത്ഭുതം. എന്താ അങ്ങേക്ക് ദേഷ്യം തോന്നുന്നില്ലേ? അങ്ങയുടെ ശാസനയെ ഈ പ്രപഞ്ചത്തിൽ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞു. ഇതേ ചോദ്യം പരീക്ഷിച്ച് ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ചോദിക്കും. അപ്പോൾ ശുഗൻ പറയാണ്, അതാണ് ഞാൻ പറയാൻ പോണത്. യമൻ്റെ ശാസനയെ ലംഘിച്ചവരാരെ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്നവരെ. ഇതെങ്ങനെ സംഭവിച്ചു ചോദിക്കുമ്പോൾ പറയും അതിനുള്ള ഉത്തരം യമൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയണത്. യമൻ പറയാണ്, ഭഗവാന്റെ നാമം ഒരിക്കലെങ്കിലും ജപിച്ചവനെ കാലവാശത്തിന് തൊടാൻ പറ്റില്ല. വളരെ വിസ്തരിച്ചിട്ടാണ് യമൻ്റെ ഉപദേശം. പക്ഷെ ഞാനതിൻ്റെ എസെൻസ് മാത്രം എടുത്ത് പറയുന്നത്. ഇതിൽ ഒരു പ്രധാന ഒരു ശ്ലോകത്തിൻ്റെ എസെൻസ് അതാണ്. ഭഗവാൻ നാമത്തിൽ ആദ്യമായിട്ട് നാമമാഹാത്മ്യം പ്രത്യക്ഷപ്പെടും ഭാഗവതത്തിൽ. ആരാ പറയണത്? യമനാ പറയണത്. മരണത്തിൻ്റെ ദേവനാണ് അതിൻ്റെ സൊല്യൂഷൻ പറയണത്. എങ്ങനെയാണ് അഹങ്കാരത്തിൻ്റെ ദേവനായിട്ടുള്ള രുദ്രൻ വാസനയെ നശിപ്പിക്കാനുള്ള രുദ്രഗീതം പഠിപ്പിച്ചു കൊടുത്തത്, അതേമാതിരി മരണത്തിൻ്റെ ദേവനായിട്ടുള്ള രുദ്രൻ ഇവിടെ സംസാര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനും അമൃതത്വം കിട്ടാനുള്ള മാർഗം ഒറ്റ 2 വരിയിൽ പറഞ്ഞു കൊടുക്കണം. നാമജപം കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കണവനെ തൊടാൻ നമുക്ക് അവകാശമില്ല എന്ന് വളരെ ചുരുക്കത്തിൽ പറയാൻ. അജാമിളൻ്റെ കഥ കേട്ട് കഴിയുമ്പോൾ നാമത്തിൻ്റെ മാഹാത്മ്യം, മരണനേരത്ത് ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ശരീരം വിടണതിൻ്റെ ആവശ്യകത അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. അതിനുശേഷം അടുത്ത കഥയിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദക്ഷൻ വീണ്ടും ജനിച്ചിട്ടുണ്ട് പ്രചേതസ്സുകളുടെ പുത്രനായിട്ട്. ഞാൻ പറഞ്ഞു 10 ഇന്ദ്രിയങ്ങളുടെ പുത്രനായിട്ടാണ് ദക്ഷൻ ജനിച്ചത്. ഈ രണ്ടാമത്തെ ദക്ഷനെ നമുക്ക് പ്രാചേതസ ദക്ഷൻ എന്ന് വിളിക്കാം, അച്ഛൻ്റെ പേര് ചേർത്തിട്ട്. നമ്മൾ ഇന്നാളുടെ പേര് ഇപ്പോൾ എന്താണ് അച്യുത് രമേഷ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു പ്രാചേതസ ദക്ഷൻ എന്ന് വിളിക്കാം. മറ്റേ ആൾ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ദക്ഷ പ്രജാപതിയായിരുന്നു. ഇത് രണ്ടാമത്തെ ജന്മ. അപ്പോൾ എന്താ വെച്ചാൽ അന്ന് മൂർഖത്വം അഹങ്കാരമുള്ള ബുദ്ധിയായിരുന്നു, ഇന്ന് ശുദ്ധബുദ്ധിയാണ്. എന്നാലും സാംസാരിക വിഷയങ്ങളോട് താല്പര്യമുണ്ട്. സ്വന്തം അച്ഛന്മാരായിട്ടുള്ള പ്രചേതസ്സുകൾ തപസ്സിന് പോയത് മൂപ്പർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, അതിനെ അംഗീകരിച്ചില്ല. അങ്ങനെയുണ്ടല്ലോ ചില മക്കൾ. അപ്പോൾ അച്ഛനും അമ്മയിരുന്ന് നാമം ജപിക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യേണ്ട കാര്യം ചോദിക്കില്ലേ? അതായിരുന്നു ഈ ദക്ഷനും. പക്ഷെ എന്ന് വെച്ചിട്ട് ഭഗവാനിൽ ഭക്തി ഇല്ലായ്മയില്ല. അതുകൊണ്ട് ആ ദക്ഷൻ എന്ത് ചെയ്തു? ജീവിതത്തിലെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെ സ്തുതിച്ചു. രസം എന്താ വെച്ചാൽ, ഇത് ഞാൻ ഈ പറഞ്ഞ ഹിരണ്യകശിപുവിൻ്റെ വേദാന്തം പറച്ചിൽ പോലെയാണ്. ഇതിൽ സ്തുതിക്കുന്നത് ഗുപ്തമായിട്ട് ഒളിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ സ്വരൂപം എന്താണെന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ആ സ്തോത്രം വളരെ പ്രസിദ്ധമാണ്. ഹംസഗുഹ്യ സ്തോത്രം എന്ന് പറയും. അത് ഭാഗവതത്തിലെ വളരെ വിശേഷപ്പെട്ടൊരു സ്തോത്രമാണ്. വിസ്തരിച്ച് പഠിക്കേണ്ട ഒരു സ്തോത്രമാണ്. ദക്ഷനാണ് ജപിക്കണം. ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. എന്നിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ദക്ഷന് ഹര്യശ്വന്മാരെ എന്ന് പറഞ്ഞിട്ട് 10,000 മക്കൾ ജനിക്കും. ആ 10,000 മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ബുദ്ധിയുടെ പ്രവർത്തികളെന്ന് ചിന്തിച്ചാൽ മതി. ആ 10,000 പേരെയും നാരദം വഴിതെറ്റിച്ച് വിടും. ആര്? സാക്ഷി. അവരോട് പറയും, നിങ്ങൾ വെറുതെ പ്രജാവർദ്ധനമൊന്നും ചെയ്യാൻ നിൽക്കണ്ട, അച്ഛൻ അങ്ങനെയൊക്കെ പറയും, ജപിച്ചോ പറയും. അങ്ങനെ നാരായണ സരസ്സിൽ, സിന്ധു നദി കടലിൽ ചേരുന്ന സ്ഥലത്ത് നാരായണ സരസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തടാകത്തിൽ പോയിട്ട് അവർ കുളിച്ചതോട് കൂടിയിട്ട് അവർ ബ്രഹ്മജ്ഞാനികൾ, അവർ ആ വഴിക്ക് പോയി. ദക്ഷൻ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. വീണ്ടും ശബളാശ്വന്മാരെന്ന് പറഞ്ഞിട്ട് 10,000 മക്കളെ ജനിപ്പിച്ചു. അവരെയും ഒളിച്ചും പാത്തും വന്ന് നാരദൻ വഴിതെറ്റിച്ച് അവരെയും നാരായണ സരസ്സിൽ പോയിട്ട് കുളിക്കാൻ പറഞ്ഞ് അവരും വഴിതെറ്റിപ്പോയി. ഇതൊക്കെ മനോവൃത്തികളാണ്. എങ്ങനെ അന്ധകരണ ബുദ്ധി ഉണ്ടാക്കി വിടുന്ന ആഗ്രഹങ്ങളെ ശുദ്ധീകരിച്ച് ഭഗവാനിലേക്ക് സാക്ഷി ആകുന്ന ഈശ്വര ചൈതന്യം അയക്കണമെന്നുള്ളതിൻ്റെ കഥകളാണ് അതൊക്കെ. പക്ഷെ അപ്പം എന്താ, ബുദ്ധിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. ബുദ്ധി മനസ്സ് ചുട്ടങ്ങോട്ട് ശപിക്കും. എൻ്റെ വംശവർദ്ധനവിനെ തടഞ്ഞ നിനക്ക് ഒരു സ്ഥലത്ത് സ്ഥിരതയില്ലാണ്ട പോട്ടെ എന്ന് പറഞ്ഞിട്ട് നാരദനെ അങ്ങോട്ട് ശപിച്ചു. അപ്പോൾ ബുദ്ധിയാണ് അത്ര സാക്ഷിയെ ശപിച്ചത്. അങ്ങനെ സാക്ഷിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായി എന്നാണ്. അപ്പോൾ നാരദൻ ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഈ ചരിത്രം പറഞ്ഞു കഴിയുമ്പോൾ ബുദ്ധി ഭ്രംശിച്ചാൽ, ബുദ്ധിക്ക് ഈ വിധത്തിലുള്ള എന്താ പറയുക സംസാരബന്ധം വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഹിരണ്യാക്ഷൻ്റെ കഥയിൽ കേട്ട് കഴിഞ്ഞു, ചെവിടാണ് ആദ്യം നന്നാക്കേണ്ടതെന്ന്. ചെവി നന്നായാൽ നല്ലതേ കേൾക്കുള്ളൂ. ഉപനിഷത്ത് പറഞ്ഞു, ഭദ്രം കർണേവി ശൃണിയാമദേവ, നല്ല വാർത്തകളൊക്കെ ഞങ്ങളുടെ ചെവിയിലേക്ക് വരട്ടെ, നല്ല കാര്യങ്ങളൊക്കെ കേൾക്കട്ടെ എന്ന്. അത് കേൾക്കാണ്ടിരുന്നത് കൊണ്ടാണ് മമത ഉണ്ടായത്. മമത ആരാ? ഹിരണ്യാക്ഷൻ. അതെങ്ങനെയാണ് വരാഹം നശിപ്പിച്ച് ചെവിടിൻ്റെ കുറ്റി അടിച്ചു പൊട്ടിച്ചിട്ട് ഒരൊറ്റ അടി ചെവിട് അടച്ചടിച്ചു. അതോടുകൂടിയിട്ട് മമതയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നന്നാക്കേണ്ടത് കണ്ണൊക്കെയാണ്.
കണ്ണ്, മൂക്ക് തുടങ്ങിയില്ല. അതിൽ പ്രധാനപ്പെട്ട ചെവി കഴിഞ്ഞാൽ പിന്നത്തെ ഏറ്റവും പ്രശ്നം കണ്ണ് കൂടെയാണ് അടുത്തനായിട്ട്. അപ്പം പ്രപഞ്ചത്തിനെ കൃത്യമായിട്ട് കണ്ടില്ലെങ്കിൽ എന്തു കുഴപ്പമുണ്ടാവും? വിശ്വത്തിൻ്റെ രൂപത്തെ വൃത്തിയായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ, അത് ഭഗവത് രൂപമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് കുഴപ്പമുണ്ടാവും? മനസ്സിലെ വൃത്തികൾ, ആക്ടിവിറ്റീസ് അസുര സ്വഭാവം എടുക്കും. അതുകൊണ്ട് വിശ്വരൂപൻ്റെയും വൃത്രാസുരൻ്റെയും കഥ പറയും. അടുത്ത കഥ ആയിരിക്കാം പോണത്. ഈ വിശ്വരൂപൻ്റെ കഥ വരുമ്പോൾ പ്രപഞ്ചത്തിനെ വൃത്തിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പ്രപഞ്ചമാകുന്ന ശരീരത്തിനെ നമ്മുടെ ശരീരത്തിൽ കണ്ടുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അംഗത്തിലും ഭഗവാനെ നസിക്കണം. അതിന് നാരായണ കവചം പറഞ്ഞു തരും. നാരായണ കവചം ബ്രഹ്മവിദ്യയാണ്. അല്ലാണ്ട് അവിടുന്ന് ഇവിടുന്നുള്ള ബാധയും ഭൂതവും രക്ഷിക്കാൻ മാത്രമല്ല അത്. നാരായണ കവചം ജപിക്കണം എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ വിഷ്ണുമയനാണ്, ഞാൻ വാസുദേവമയനാണ്, എൻ്റെ ശരീരം വാസുദേവമയമാണ്, എൻ്റെ ആത്മാവ് വാസുദേവമയമാണ്, എൻ്റെ മനസ്സ് ആ ബോധം, ബ്രഹ്മബോധം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മുടക്കുഴ സത്രത്തിൽ ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. നാരായണ കവചത്തിൻ്റെ ബ്രഹ്മവിദ്യ എന്താ, യൂട്യൂബ് കിടപ്പുണ്ട്. ഇത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഇതിലേക്ക് പോകാത്തത്. ആ നാരായണ കവചത്തിനെ പറയുന്ന ആ ഭാഗത്ത് ഞാൻ നേരത്തെ വർഷങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം വിട്ടുപോയി. ഗംഗയുടെ ഒരു പ്രാധാന്യം കൂടെ അതിൽ പറയുന്നുണ്ട്. നദിയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഗംഗാദേവിയെ മറക്കാൻ പാടില്ല, അതൊരു തെറ്റായി. അപ്പോൾ എന്താണെങ്കിലും അത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഗംഗയുടെ ഒരു മഹിമ എന്താണ് എന്ന് കൃത്യമായിട്ട് അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നാരായണ കവചത്തിൻ്റെ ഒരു ഘടന എന്താണെന്ന് നമുക്കൊന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് 12:50 വരെ പറഞ്ഞ തിരുമേനി ഒന്ന് ആലോചിക്കാം. ആ നാരായണ കവചത്തിൽ വരുന്ന പ്രധാന വിഷയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മുടെ ശരീരത്തിനെയും ആത്മാവിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കണമെങ്കിൽ ഇതിനെ ഭഗവാന്റെ ശരീരത്തിലേക്ക് ആരോപിക്കാൻ സാധിക്കണം. ഭഗവാന്റെ ശരീരം നമ്മുടെ ശരീരമായിട്ട് കാണുക, ഭഗവാന്റെ അംഗങ്ങളൊക്കെ നമ്മുടെ ശരീരാംഗങ്ങളായിട്ട് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് ഇന്ദ്രൻ, ഈ നാരായണ കവചത്തിൻ്റെ കഥ തുടങ്ങണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ദ്രൻ ഒരു അബദ്ധം കാണിക്കും. ഇന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാണ്, ഇന്ദ്രിയങ്ങളുടെ രാജാവായിട്ടുള്ള ആളാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രൻ മതിമറന്നിരുന്നു കഴിഞ്ഞാൽ ഗുരു സഭയിലേക്ക് കയറി വന്നപ്പോൾ മാനിക്കാണ്ടിരുന്നു. അപ്സരസ്സുകൾ എന്ന് പറയുന്ന മായാരൂപികളായിട്ടുള്ള വസ്തുക്കളായിട്ട് കണക്കാക്കാം. അവരുടെ നൃത്തം കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഗുരുനാഥൻ കയറി വന്നത് ശ്രദ്ധിച്ചില്ല. ബൃഹസ്പതി കുറച്ചു നേരം അവിടേക്ക് നിന്നു. അദ്ദേഹമായിട്ട് പോയിട്ട് ഇന്ദ്ര എന്ന് പറഞ്ഞ് വിളിച്ച് അറ്റൻഷൻ പിടിക്കാനൊന്നും നോക്കിയില്ല. കുറച്ചു നേരം നിന്നു, തന്നെ മാനിക്കണില്ല. അദ്ദേഹം കൂടെ ഇറങ്ങിപ്പോയി. ഈശ്വരാധീനം നഷ്ടപ്പെട്ടു. വ്യാഴം 8-ലായി, വ്യാഴം മറഞ്ഞു ഇന്ദ്രനെ സംബന്ധിച്ചിടത്തോളം. അതോടുകൂടി സകല കുഴപ്പങ്ങളും തുടങ്ങി. അപ്പോൾ ഒരു ഗുരു ഇല്ലാണ്ട് ഒരു രാജാവിന് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ രാജാവ് ഇന്ദ്രൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുരുനാഥനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ദിതിയുടെ ഒടുവിലത്തെ ഒരു മകളുണ്ട്. ആ മകൾ അസുരസ്ത്രീ തന്നെയാണുള്ളത്. അവളെ കല്യാണം കഴിച്ച ത്വഷ്ടാവ്, ദ്വാദശാദിത്യന്മാരിൽ 12 ആദിത്യന്മാരിൽ ഒരാളാണ് ശരിക്കും ത്വഷ്ടാവ്. വിഷ്ണുസ്വരൂപിയാണ് അദ്ദേഹവും, പക്ഷെ തപസ്യ. ആ ത്വഷ്ടാവിൻ്റെ പുത്രനായിട്ടുള്ള വിശ്വരൂപൻ എന്ന് പറയുന്ന 3 തലയുള്ള, ത്രിശിരസ് എന്നും കൂടെ അദ്ദേഹത്തിന് പേരുണ്ട്. ആ 3 തലയുള്ള അദ്ദേഹത്തിനെ, അതായത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ള ഈ 3 അവസ്ഥകളിലും പ്രപഞ്ചത്തിനെ വിശ്വരൂപമായിട്ട്, ഈശ്വരരൂപമായിട്ട് തിരിച്ചറിയാൻ കഴിവുള്ള ആളാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അമ്മ അസുര സ്ത്രീയാണ്. അദ്ദേഹത്തിന് 2 കൂട്ടരോട് ഇഷ്ടമാണ്. ഈശ്വരൻ അങ്ങനെയാണ് ശരിക്കും. ഈശ്വരന് പാർട്ടിസൺഷിപ്പില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതല്ല, ഒരു നദിയിൽ ഒരു ദുഷ്ടനും നല്ലവനും വെള്ളം കുടിക്കാൻ പോയ നദി ഒരിക്കലും ദുഷ്ടൻ്റെ അടുത്തേ നിനക്ക് ഞാൻ വെള്ളം തരില്ല, നീ എൻ്റെ നിന്ന് വെള്ളം കുടിക്കരുതെന്ന് പറയില്ല. ദുഷ്ടനും വെള്ളം കുടിക്കാം, നല്ല മനുഷ്യനും വെള്ളം കുടിക്കാം. പ്രപഞ്ചം അങ്ങനെയാണ്, ഈശ്വരൻ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വിശ്വരൂപനെ പോയിട്ട് ഇവർ കാണും. ആദ്യമേ ഒരു വാണിംഗ് കൊടുക്കും. വിശ്വരൂപൻ ബ്രഹ്മാവാണ് പറയുക, വിശ്വരൂപൻ ഈ ഒരു പ്രശ്നമുണ്ട്, അസുരന്മാരോട് താല്പര്യമുള്ള ആളാണ്, എന്നാലും വിശ്വരൂപൻ അല്ലാണ്ട് വേറൊരു നല്ല ഗുരുനാഥനെ ബൃഹസ്പതിക്ക് ശേഷം നെക്സ്റ്റ് കാണാനില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ പോയി വാഴിക്കും. ആദ്യം തന്നെ ഇന്ദ്രനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളത് ഇനി ഇത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കരുത്. അതായത് ഗുരുനിന്ദ പോലുള്ളത്, മനസ്സ് വീണ് പോകരുത്, വേറെ മായയിലൊന്നും പ്രലോഭനങ്ങളിൽ പെടരുത്. അതിന് എന്താണ് മാർഗം? അതാണ് പ്രൊട്ടക്ഷൻ. കവചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരബോധത്തിലേക്ക് വീണു പോകാതെ ബ്രഹ്മബോധത്തിൽ ഉറച്ചു നിർത്താൻ വേണ്ട സംരക്ഷണമാണ് ശരിക്കത്. അതാണ് കവചം. അല്ലാണ്ട് വെട്ടും തടയും കിട്ടാൻ മാത്രമല്ല. മഹാഭാരതത്തിൽ ന്യാസങ്ങളൊന്നും പറയണില്ല, സൂചനകളേ ഉള്ളൂ. അത് കേട്ടിട്ട് ഞാൻ മുമ്പ് നാരായണകവചം വിസ്തരിച്ച് പറഞ്ഞ സമയത്ത് ഞാനതിൽ പറഞ്ഞത് ഇതിന് ധ്യാനമുണ്ട്, ഋഷിയുണ്ട്, ഛന്ദസ്സുണ്ട്, ന്യാസാദികളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചിലർ ഭാഗവതത്തിൽ അങ്ങനെ ഇല്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ വായിക്കുന്നത് സ്തോത്രമാണ്.
ഇത് പ്രയോഗിക്കണമെങ്കിൽ, മന്ത്രമായിട്ട് ഇത് പ്രയോഗിക്കണമെങ്കിൽ ന്യാസധ്യാനാദികളോടുകൂടി തന്നെ തൊട്ട് ജപിക്കണം. ഓരോ അംഗത്തിലും തൊട്ട് അതിന് മന്ത്രമായിട്ട് ഇതിനെ മന്ത്രമാക്കി മാറ്റി ജപിക്കണം. അത് പദ്ധതിയാണ്, അത് വേറെ ഉണ്ട്. അതുകൊണ്ട് അത് ഇല്ലയെന്ന് വിചാരിക്കരുത്, അങ്ങനെ ഒന്നും ഉണ്ട്. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് സ്തോത്രം വായിച്ചാൽ മതി, ധാരാളമാണ്. അപ്പോൾ ഇന്ദ്രൻ പറയുന്നു പ്രൊട്ടക്ഷൻ വേണമെന്ന്. ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ നാരായണ കവചം പറഞ്ഞു കൊടുക്കുന്നത്. നോക്കൂ, ഇതിനെ വിഷ്ണു കവചെന്നോ അല്ലെങ്കിൽ എന്താ പറയുക കൃഷ്ണ കവചെന്നോ വേറെ ഭഗവാന്റെ മറ്റു ഒരു നാമത്തിലുമല്ല, ശ്രീധര കവചം, ശ്രീനിവാസ കവചം എന്നൊന്നും പറഞ്ഞിട്ടല്ല പേരിട്ട്, നാരായണ കവചം എന്നാണ് പേരിട്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ബ്രഹ്മസ്വരൂപമാണ്, നാരായണ ശബ്ദം ബ്രഹ്മസ്വരൂപമാണ്. അത് രൂപമില്ല, അതിൻ്റെ ചൈതന്യത്തെ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. അതിന് ഒരു മൂർത്തരൂപം ആദ്യം സങ്കല്പിക്കണം. അഷ്ടഗുണോ അഷ്ടബാഹു, 8 കൈകളും 8 ഗുണത്തോടും കൂടിയിട്ടാണ്. അതെങ്ങനെയാണ് ധ്യാനിക്കണത്? ഗരുഡൻ്റെ കന്ധരത്തിൽ നിൽക്കുക. ഭഗവാൻ ഒരിക്കലും അപ്പുറത്ത് കാലിട്ടിട്ട് ഈ ബൈക്കിലിരിക്കുന്ന പോലെ അല്ല. ഇതൊക്കെ ചിത്രങ്ങൾ വരയ്ക്കണ അബദ്ധങ്ങളാണ്. ഭഗവാനെ ഗരുഡാരൂഢനായിട്ട് ധ്യാനിക്കുമ്പോൾ ഭഗവാൻ ഗരുഡൻ്റെ കഴുത്തിലാണ് ചവിട്ടി നിൽക്കുന്നത്. ചവിട്ടി നിൽക്കുക ചെയ്യുന്നു, ഈ 8 കൈകളിലും ആയുധങ്ങളോട് കൂടിയിട്ട്. അങ്ങനെ ഉള്ള ആ കവചത്തിൻ്റെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള പവർ എന്താണെന്ന് ഒന്ന് ലഘുവായിട്ട് മനസ്സിലാക്കാൻ, ഒന്ന് നമ്മുടെ ശത്രുക്കളിൽ നിന്നും, ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും, അവരുടെ വിചാരങ്ങളിൽ നിന്നും, അവർ നമ്മളെക്കുറിച്ച് ദുഷിച്ച് വിചാരിക്കുന്നതെന്നും രക്ഷപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ശത്രു എന്നുള്ളത് തന്നെ നമ്മളൊന്ന് രണ്ടായി കാണും. ഒന്ന് പുറത്തു നിന്നുള്ള ശത്രുക്കൾ ഇരിക്കട്ടെ, അതിലും വലിയ ആൾക്കാർ അകത്തുണ്ട്, നമ്മുടെ അകത്തിരിക്കുന്ന ഈ ശത്രുക്കളെ നശിപ്പിക്കാനുള്ള വിദ്യയാണ് നാരായണകവചം. അകത്തിരിക്കുന്ന ഷഡ്രിപുക്കൾ അല്ലേ, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഏതാ ദുന്തുകാരി ഇരുന്ന മുളയുടെ 6 മുട്ട് പൊട്ടിക്കാം. അതിന് നാരായണ കവചം വളരെ ബെസ്റ്റാണ്. 7ാമത്തെ മുട്ട് പൊട്ടിക്കണമെങ്കിൽ ഭക്തി വേണം, അവിദ്യ പൊട്ടണമെങ്കിൽ. പിന്നെ അസുഖങ്ങൾ വരാതിരിക്കാനും ഇപ്പോൾ ഉള്ള അസുഖങ്ങൾക്ക് ഔഷധങ്ങൾ ഭരിക്കാനും നാരായണ കവചം ചൊല്ലിയതിന് ശേഷം ആദ്യം മരുന്ന് കഴിച്ചു തുടങ്ങുന്നത് വളരെ വിശേഷമാണ്. ഔഷധം ഭരിക്കുക, അതും ചൊവ്വാഴ്ചയാണെങ്കിൽ ഏറ്റവും നല്ലത്. എപ്പോഴും ഔഷധം ആദ്യം കഴിക്കേണ്ട ദിവസം ചൊവ്വാഴ്ചയാണ്. ഒരു ചികിത്സയ്ക്ക് ആദ്യം ഡോക്ടറെ കാണാൻ ഏറ്റവും നല്ലത് ചൊവ്വാഴ്ചയാണ്. ഇനി ചൊവ്വാഴ്ച അപ്പോയിൻമെൻറ്റുകളുടെ കളിയായിരിക്കും ഡോക്ടർമാർക്ക്. പിന്നെ മറ്റ് ഊതിബാധകൾ, ഈവൻ മറ്റ് വ്യക്തികളുടെ ദുഷിച്ച ആശയങ്ങൾ നമ്മളെ ബാധിക്കുന്നതെന്ന് പോലും നാരായണ കവചത്തിൻ്റെ ധ്യാനം നമ്മളെ രക്ഷിക്കും. വെറുതെ കവചം ജപിച്ചു പോയിട്ട് കഴിയില്ല, അതിൻ്റെ അർത്ഥം ധ്യാനിക്കണം എന്നാണ്. ആ അർത്ഥധ്യാനം വളരെയധികം ഗുണം ചെയ്യും. അതിനുശേഷം നാരായണ കവചത്തിൻ്റെ ഒരു ഘടന ഒന്ന് ഞാൻ ചുരുക്കി പറയാം. ഒന്ന്, നാരായണ കവചത്തിൽ ആദ്യം തന്നെ ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാനെ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുകയാണ്, സ്തുതിച്ച് ആവാഹിക്കുകയാണ്. അംഗപ്രത്യംഗം ഭഗവാനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, നസിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ ഓരോ ശക്തികളെയും. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ആദ്യം ശിരസ് കേശവൻ രക്ഷിക്കട്ടെ, നെഞ്ച് നാരായണൻ രക്ഷിക്കട്ടെ, കണ്ണുകൾ മധുസൂദൻ രക്ഷിക്കട്ടെ, അല്ലെങ്കിൽ കാലുകൾ ത്രിവിക്രമൻ രക്ഷിക്കട്ടെ എന്നൊക്കെ അംഗങ്ങൾക്കുള്ള രക്ഷ പറയും. അതിനുശേഷം ഈ ശരീരം ഇരിക്കുന്നതിൻ്റെ ദിക്കുകളെ രക്ഷിക്കണം, ദിക്കുകൾ രക്ഷിക്കും. ഇപ്പോൾ പൂജ കഴിക്കുമ്പോൾ അർച്ചകർ ഈ ദിഗ്ബന്ധം ചെയ്യണം കണ്ടിട്ടുണ്ടോ, അവനെ കൊട്ടി രക്ഷിക്കുക എന്ന് പറയും നാട്ടിൽ. ഇത് കഴിഞ്ഞിട്ട് തുറന്നും വിടണം, അത് പലരും ചെയ്യാറില്ല. ദിക്ക് പൂട്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ദിഗ്വിമോഹം ചെയ്യില്ല പല ആൾക്കാരും, ദിഗ്ബന്ധം ചെയ്തിട്ട് പോവും അല്ലേ. നമ്മുടെ പലപ്പോഴും കാണുന്ന തമാശയാണത്. ഇതങ്ങോട്ട് അല്പം പഠിച്ചു വെച്ചാൽ അപ്പോൾ ദിക്കിനെ രക്ഷിക്കണം. ആ ദിക്കുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കിഴക്കിനെ ഗോവിന്ദൻ രക്ഷിക്കട്ടെ, തെക്കിനെ വിഷ്ണു രക്ഷിക്കട്ടെ, പടിഞ്ഞാറിനെ മാധവൻ രക്ഷിക്കട്ടെ, വടക്കിനെ ഋഷികേശൻ രക്ഷിക്കട്ടെ എന്നപോലെ ദിക്കുകളെ രക്ഷിപ്പിക്കും. പിന്നെ സാഹചര്യങ്ങളെ പറയും, പലതരം സാഹചര്യങ്ങൾ, ഉറക്കം, യാത്ര, യുദ്ധം, ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഓരോ നമ്മുടെ സാഹചര്യങ്ങളിൽ ഇന്ന ഭഗവാന്റെ രൂപങ്ങൾ രക്ഷിക്കട്ടെ. കാരണം ആ പേരിലുള്ള ഗുണമാണ് നമ്മളെവിടെ രക്ഷിക്കേണ്ടത്, മനസ്സിലായില്ലേ? ആ പേരിലുള്ള ഗുണമാണ് രക്ഷിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്തിയുടെ വലിയൊരു അന്തർധാര കവചത്തിൻ്റെ അകത്തുണ്ട്. സാധാരണ താന്ത്രികമായിട്ടുള്ള ഇത്തരം കവചമന്ത്രങ്ങളിൽ ഭക്തിയുടെ വലിയ വിഷയം കാണില്ല. ഇപ്പോൾ നമ്മൾ പോയിട്ട് ദേവീ കവചം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭക്തി കാണില്ല, മന്ത്രങ്ങളും ബീജങ്ങളുടെയും കളിയായിരിക്കും. താന്ത്രികമായിട്ടുള്ള ശിവകവചം പോലും അങ്ങനെയാണ്, ഭക്തിയുടെ വിഷയം വലിയതാണ്. ഇതിൽ ഭക്തിയുടെ വിഷയം കാണും. നാരായണ കവചത്തിന് വാസ്തവത്തിൽ മനഃശുദ്ധി ഉണ്ടാക്കാനുള്ള കഴിവ് വളരെയധികം. ഗുരുവായൂരപ്പനെ ആരാധിക്കാൻ 3 സ്തോത്രം ശരിക്കും വേണ്ടു. 3 സ്തോത്രം: സഹസ്രനാമം, വിഷ്ണു ഭുജംഗപ്രയാതം, നാരായണ കവചം. അത് ഭുജംഗപ്രയാതം അവസാനം ചെല്ലുക. ആദ്യം ഇത് രണ്ടും, ആദ്യം കവചം ചെല്ലണം. കവചം ചൊല്ലി പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വേണം മന്ത്രം ജപിക്കാൻ തന്നെ.
എന്ത് മന്ത്രം കിട്ടിയിട്ട് ഏത് ഉപാസകനും ആദ്യം കവചം കൊണ്ട് തൻ്റെ ശരീരത്തിനെ രക്ഷിച്ചിരിക്കണം, ആത്മാവിനെയും വാക്കിനെയും. എന്നിട്ടേ ബാക്കി എന്ത് സാധനയും ചെയ്യാൻ പാടും. ഇത് നിത്യേന ചെയ്തോളണം. നമ്മളെങ്ങനെയാണ് നന്നായി സോപ്പൊക്കെ തേച്ച് കുളിച്ച് ശരീരം ശുദ്ധാക്കണം, അല്ലെങ്കിൽ പല്ല് തേക്കണ ദിവസം രാവിലെ അതുപോലൊരു ചിട്ടയായിട്ട് മാറണം കവചജപം. താന ഭഗവന്മയാവും. ഈ ത്രിവിധ കരണങ്ങളും ശുദ്ധാക്കും. അത് മാത്രമല്ല, നാരായണ കവചത്തിനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. ആ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, പ്രപഞ്ച ശരീരത്തിലും പ്രപഞ്ചത്തിൻ്റെ ഹൃദയം, പ്രപഞ്ചത്തിൻ്റെ തല, പ്രപഞ്ചത്തിൻ്റെ കാല്, ഇവിടെയൊക്കെ ഭഗവാനെ കാണാൻ നമ്മൾ പഠിച്ചാൽ എല്ലാ വസ്തുക്കളിലും ഭഗവാനെ കാണാൻ പഠിപ്പിക്കുകയും ചെയ്യും. ഈ നാരായണ കവചം, സന്താനഗോപാലൻ കഥ, ഇതൊക്കെ മിസ്ഇൻറ്റർപ്രറ്റഡാണ്. രുക്മിണി സ്വയംവരം, ഇതൊക്കെ മിസ്ഇൻറ്റർപ്രറ്റഡാണ്. അതാണ് സങ്കടം. ഇത്ര ആഴമേറിയിട്ടുള്ള അറിവാണ് ആചാര്യന്മാർ നമുക്ക് തന്നിട്ട് പോയിട്ടുള്ളതെന്ന് ആലോചിച്ചാൽ സങ്കടമാണെന്ന് നമ്മൾ വെറുതെ അല്ല നമ്മൾ ഇന്നത്തെ അവസ്ഥയിലെത്തിയതെന്ന് പലപ്പോഴും ഇത് കാണുമ്പോൾ തോന്നാറുണ്ട്. ഇനി ഇതിനൊക്കെ പുറമെ നാരായണ കവചത്തിൻ്റെ മറ്റൊരു മാഹാത്മ്യം, സമർപ്പണത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അത് വളരെയധികം പഠിപ്പിച്ചു തരുന്നുണ്ട്. മൊത്തത്തിൽ ഉള്ള ഒരു സംരക്ഷണം, ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു സംരക്ഷണം, എല്ലാ ആസ്പെക്റ്റുകളും ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംരക്ഷണം തരികയാണ് മനസ്സിന്, ആത്മാവിന്, ആധ്യാത്മിക പുരോഗതിക്ക്, എല്ലാറ്റിനും സംരക്ഷണം. ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റിയും നമ്മളിലേക്ക് ബാധിക്കാതിരിക്കുക. നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈശ്വരൻ്റെ ചിന്തയിൽ നിന്ന് എന്ത് നമ്മളെ മാറ്റണോ അത് നെഗറ്റീവ്. മുമ്പ് ആരോ ഒരിക്കൽ ചോദിച്ചപ്പോൾ ശുദ്ധവും അശുദ്ധത്തിൻ്റെയും നിർവചനം ചോദിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ തോന്നിപ്പിച്ച, എവിടെയൊക്കെ ഭഗവാനെ കാണാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ശുദ്ധം, എവിടെയൊക്കെ ഭഗവാനെ കാണാൻ പറ്റുന്നില്ലയോ അവിടെയൊക്കെ ശുദ്ധം. ഞാൻ നേരത്തെ അഘോരികളുടെ കാര്യം പറഞ്ഞു. എല്ലാം ശിവനാണെങ്കിൽ പിന്നെ എന്താ അറക്കുക അല്ലേ? എല്ലാം ശുദ്ധമാണ്. ആ അവസ്ഥയിലേക്ക് പടിപടിയായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് സാധിക്കില്ല, പക്ഷെ സാധിക്കണം. അതിനുള്ള ഒരു മന്ത്രോപകരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാരായണ കവചം. അത് വെറുതെ ജപിച്ചാൽ തന്നെ ഫലമാണ്. അപ്പോൾ ധ്യാനിച്ചാലോ അനന്ത ഫലമാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ധ്യാനിച്ചാൽ അനന്ത ഫലമാണ് അതിൻ്റെ. അപ്പോൾ ശരീരത്തിനെ രക്ഷിക്കലും ദിക്കുകളെ രക്ഷിക്കലും ഭഗവാന്റെ വിവിധ രൂപങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായിട്ടൊരു അറിവും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തരും. ഇത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് സൂചിപ്പിക്കാം 5 മിനിറ്റ് കൊണ്ട്. ഒന്ന്, നാരായണ കവചം നിത്യജപത്തിൻ്റെ ഭാഗമാക്കുക. പുസ്തകം കാണാതെ അറിയുമെങ്കിലും കയ്യിൽ പിടിച്ചിട്ടാണെങ്കിലും നിലത്ത് വെച്ചിട്ടാണെങ്കിലും നോക്കി വായിക്കുക. അത് നമ്മുടെ വിനയത്തിനെ കാണിക്കും. പുസ്തകത്തിനെ ഇപ്പോൾ സഹസ്രനാമം കാണാതെ അറിഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല, ചെല്ലാം. നമ്മൾ നിത്യജപത്തിൽ വീട്ടിൽ ജപിക്കുമ്പോൾ ഒരിക്കലും, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വന്നിട്ട് ഭഗവാന് മുന്നിൽ സമർപ്പണമായിട്ട് ചെയ്യുകയാണെങ്കിൽ പുസ്തകം കാണാതെ അറിയുമെങ്കിലും മുന്നിൽ തുറന്നു വെച്ച് തൊഴുതു പിടിച്ച് ജപിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്. പിന്നെ ഭഗവാനെ നല്ല കാലത്തും ചീത്തക്കാലത്തും ഒരേപോലെ വിളിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിത്തരും നാരായണ കവചത്തിൻ്റെ ജപം. അത് പരിശീലിക്കാൻ ശ്രമിക്കുക. വിഷമം വരുമ്പോൾ നാരായണ കവചം കൊടുത്ത് സമയവും കാലവും ഒന്നും നോക്കണ്ട, ജപിക്കുക. അതിൻ്റെ ഗുണം കിട്ടും. സന്തോഷം അമിതമാകുമ്പോഴും നമുക്കൊരു പേടി വരുള്ളില്ല, അയ്യോ ഞാൻ എന്തിനാ ഇത്ര സന്തോഷിക്കണം, അങ്ങനെ ഒരു ഭയം ആത്മാവിൻ്റെ ഉള്ളെന്ന് തോന്നി അപ്പോഴും നാരായണ കവചം ജപിക്കുക. പിന്നെ ഡിവൈനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ട് എന്ന് അക്നോളജ് ചെയ്യുക. ഇത് ജപിക്കുമ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആവണമെന്ന് ആദ്യം നമ്മൾ അക്നോളജ് ചെയ്യണം. നമുക്കതിൻ്റെ പൂർണ്ണ വിശ്വാസം വേണം. അല്ലാണ്ട് ഉണ്ടാവുമോ എന്ന് ആലോചിച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അത് ഉറപ്പിക്കുക, ഞാൻ ഇന്നത് ജപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ദിവസം ഇങ്ങനെയായിരിക്കും. നാരായണ കവചത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്താ വെച്ചാൽ ഈ ഗ്രഹബാധകൾ ബാധിക്കില്ല. എന്താ ഈ ഗ്രഹബാധ? പൂർവ്വകർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് ഈ ഗ്രഹബാധ എന്ന് പറയുന്നത്. ആ ഗ്രഹങ്ങളുടെ ബാധ ഒരു മോശം ദശാകാലമാണെങ്കിൽ അത് ലഘൂകരിച്ച് അത് വിട്ടുകളയും. പിന്നെ യാത്രയുടെ തുടക്കത്തിൽ ചെല്ലുന്നത്, പ്രത്യേകിച്ച് വലിയ തീർത്ഥാടനങ്ങളോ ദീർഘയാത്രകളൊക്കെ പോണതിന് മുമ്പ് കവചം 3 പ്രാവശ്യം ചെല്ലുന്നത് വളരെ വിശേഷമാണ്. എന്തിനീ 3 പ്രാവശ്യം ചെല്ലണേ പറയുമ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഒരു തവണ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തേൽ റെക്ടിഫൈഡ് ഉണ്ടാവും, മൂന്നാമത്തേൽ കുറച്ചുകൂടെ റെക്ടിഫൈഡ് ഉണ്ടാവും. അതിനാണ് ഈ കൂടുതൽ എണ്ണം ജപിപ്പിക്കണം. പിന്നെ ഭഗവാനിൽ വിശ്വസിക്കുക, ഭഗവാനിലേക്ക് സമർപ്പിക്കുക. ഇത് ഭക്തിയിൽ കൂടെയുള്ള സംരക്ഷണത്തിന് തരണയാണ് നാരായണ കവചം. മറ്റേതൊക്കെ മന്ത്രശക്തി കൂടെ തരിക. നാരായണ കവചം ഭക്തി കൊണ്ട് സംരക്ഷിക്കും. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ശുഗമഹർഷി നേരത്തെ പറഞ്ഞതെന്ന്? ഭഗവാന്റെ സ്വരൂപധ്യാനമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം, അതാണ് ഏറ്റവും വലിയ രക്ഷ. കഴിഞ്ഞ കുഴപ്പങ്ങളെ മാറ്റാനും അതിൻ്റെ ഫലങ്ങളെ മാറ്റാനും വരാനിരിക്കുന്ന കുഴപ്പങ്ങളിൽ നിന്ന് നമ്മൾ പോയി ചാടാതിരിക്കാനും ഏറ്റവും ഉത്തമം നാരായണ കവചത്തിൻ്റെ ജപമാണ് നമ്മുടെ പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ ഇതിന് നമുക്കിതിൽ കൂടുതൽ എന്താ പറയുക വിസ്തരിക്കേണ്ട ആവശ്യം വരുന്നില്ല.
അതുകൊണ്ട് അടുത്ത തവണ നാരായണ കവചം ജപിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധയോട് കൂടിയിട്ട് ഒരു എന്താ പറയുക ആത്മസമർപ്പണത്തോട് കൂടിയിട്ട് വെറുതെ ഒരു സ്തോത്രം അർത്ഥമറിയാതെ വായിക്കുക എന്നുള്ളത് ചിന്തിക്കാതെ, ഇനിയിപ്പോൾ അതിലെ പ്രധാന വരികളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും ഇത് ജപിക്കുന്നത് വഴി എൻ്റെ ശരീരം വിഷ്ണുമയമായിട്ട് തീരണു, ഞാൻ ഗുരുവായൂരപ്പൻ തന്നെ ആയിട്ട് തീരണമെന്ന് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിക്കണോണ്ട് ഒരു പാപവും നിങ്ങളെ ബാധിക്കുന്നത്, നിങ്ങൾ കൂടുതൽ ശുദ്ധരാകുക ചെയ്യുക. നമുക്ക് ഉള്ളിനുള്ളൊരു പേടിയുണ്ടാവും, അയ്യോ ഞാനെങ്ങനെയാണ്, ഞാൻ ഭഗവാനാണെന്ന് വിചാരിക്കുക. അത് നമ്മളെ പഠിപ്പിച്ച് കഴിഞ്ഞ കുറേ നൂറ്റാണ്ടായിട്ട് ഈ മറ്റ് മതങ്ങൾ വന്ന് തലയിൽ അടിച്ചു കയറ്റിയ പാപബോധത്തിൻ്റെ ഫലം അത്. അവരുപയോഗിക്കുന്ന വാക്കുകളാണ് പാപം. അത് നമ്മുടെ തലയിലേക്ക് കയറി കഴിയും. അത് ഇറക്കി വിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു അൺലേൺ ചെയ്യാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഭക്തി എന്ന് പറഞ്ഞാൽ വീരതയാണ്, ധൈര്യമാണ് തരേണ്ടത്. ഭക്തി ദൈന്യതയല്ല, നിസ്സഹായതയല്ല. അപ്പോൾ ഭക്തിയുടെ വീരഭാവം കാണിച്ചു തരുന്നതാണ് നാരായണ കവചം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ മഹാവീരനാണ്, പരമവീരനായിട്ടുള്ള ഭഗവാനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് വീരത ഇല്ലാണ്ടിരുന്നത് എങ്ങനെ ശരിയാവുക? വീരനെ പൂജിക്കാൻ പറ്റുള്ളൂ. ആ വീരത നമ്മുടെ ആത്മാവിലേക്ക് സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ടാണ് നാരായണ കവചം പറഞ്ഞത്. അപ്പോൾ നാരായണ കവചത്തിനെ ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം പറയും നാരായണ കവചത്തിലെ ഒരു മന്ത്രം അത് മാത്രം ചൊല്ലിയാൽ മതി, കാണാതെ അറിയില്ലെങ്കിൽ. അത് ഞാനിപ്പോൾ പറഞ്ഞു തരില്ല, ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞുതരാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പാ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ.